അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ഗവേഷക വിദ്യാർത്ഥികളെ, സൂറത്ത് യാസീനിൻ്റെ വിശ്വാസവും ധാർമ്മികതയും സമകാലിക ആത്മീയ രൂപീകരണം എന്നിവയെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അതിൽ വളരെ പ്രധാനമായി പ്രപഞ്ച ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച്, അതിൻ്റെ ശാസ്ത്രീയ പാരിസ്ഥിതിക അവബോധത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സൂറത്ത് യാസീൻ മനുഷ്യരെ അള്ളാഹുവിൻ്റെ ശക്തിയുടെ അടയാളങ്ങൾ പ്രപഞ്ചത്തിൽ നിരീക്ഷിക്കാൻ ക്ഷണിക്കുന്നുണ്ട്. ഈ പ്രപഞ്ച ദൃഷ്ടാന്തങ്ങൾ ഏകദൈവത്തിൻ്റെ തെളിവായി വർത്തിക്കുന്നുണ്ട്. ആയാത്ത് എന്ന് പറയും, അതല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങൾ എന്ന് നമുക്കതിനെ പറയാം. സൂര്യനെയും ചന്ദ്രനെയും പോലുള്ള ആകാശഗോളങ്ങളെക്കുറിച്ച് ഈ വാക്യങ്ങൾ വിശദമായി പറയുന്നുണ്ട്. സൂര്യൻ തൻ്റെ നിശ്ചിത സ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു. അത് പ്രതാപശാലിയും സർവജ്ഞനുമായ അല്ലാഹുവിൻ്റെ നിർണയമനുസരിച്ചാണ് സഞ്ചരിക്കുന്നത്. രാത്രിയും പകലും സൃഷ്ടിച്ചവനും സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചവനും അല്ലാഹുവാണ്. അവ ഓരോന്നും ഒരു ഭ്രമണപഥത്തിൽ, അതിൻ്റെ ഭ്രമണപഥത്തിൽ യസ്ബഹു, നീന്തുന്നു എന്ന് പറയുന്നുണ്ട്. ഈ വാക്യങ്ങളിൽ നീന്തുക, യസ്ബഹൂൻ എന്ന പ്രയോഗം ചലനാത്മകമായ സഞ്ചാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ആശയം സൂര്യൻ നിശ്ചലമാണെന്ന് കരുതിയിരുന്ന ക്ലാസിക്കൽ ടോളമിയുടെ കാലഘട്ടത്തിലെ പ്രപഞ്ച മാതൃകയെ തിരുത്തുന്ന ഒന്നാണ്. ആധുനിക ജ്യോതിശാസ്ത്ര കണ്ടെത്തലുകൾ സൂര്യൻ നിശ്ചലമല്ലെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. സൂര്യൻ പോലും മണിക്കൂറിൽ 80 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ ഗാലക്സിക്ക് ചുറ്റും സഞ്ചരിക്കുന്നുണ്ട്. 7-ാം നൂറ്റാണ്ടിലെ ജനങ്ങൾക്ക് അജ്ഞാതമായിരുന്ന ഈ കൃത്യമായ വിവരങ്ങൾ ഖുർആനിൻ്റെ ദിവ്യമായ ഉറവിടത്തിന് ഒരു നിലനിൽക്കുന്ന തെളിവായി വർത്തിക്കുന്നുണ്ട്. ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളിലൂടെ തൗഹീദിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. സൂര്യന് ചന്ദ്രനെ എത്തിപ്പിടിക്കാനാവില്ല, രാത്രി പകലിനെ മറികടക്കാനും സാധ്യമല്ല. ഓരോന്നും ഭ്രമണപഥത്തിൽ നീന്തുന്നുണ്ട്. അത് അതിൻ്റേതായ ചലനത്തിൽ വ്യാപൃതമാണ് എന്ന് യാസീനിലെ ഒരു ആയത്ത് നമുക്ക് കാണാൻ കഴിയും. ലശംസു യംബഗീ ലഹാ അൻ തുദ്രികൽ ഖമറ വലൽ ലൈലു സാബിഖുൻ നഹാർ വകുല്ലും ഫീ ഫലകി യസ്ബഹൂൻ. ഇതാണ് ആയത്ത്. ഈ വിശുദ്ധ ഖുർആനിലെ ഈ പ്രസ്താവന നോക്കൂ. കേവലം ചലനത്തെ മാത്രമല്ല സൂചിപ്പിക്കുന്നത്, മറിച്ച് പ്രപഞ്ചത്തിലെ കൃത്യമായ ദിവ്യ നിയന്ത്രണത്തെയും ക്രമത്തെയും കുറിച്ചുള്ള ഗാഢമായ ഉറപ്പാണ് നൽകുന്നത്. പ്രപഞ്ചം ഇത്രയധികം സൂക്ഷ്മമായി കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ മനുഷ്യൻ്റെ വിധിയും അല്ലാഹുവിൻ്റെ സർവജ്ഞാനമുള്ള നിയന്ത്രണത്തിലാണെന്ന് വിശ്വാസികൾക്ക് ആഴത്തിലുള്ള മാനസിക ആശ്വാസം നൽകുന്ന ഒരു സംഗതിയാണ്. ഇത് വ്യക്തിപരമായ ഉത്കണ്ഠ, സന്ദേഹം ഇതിനെ കുറക്കാൻ സഹായിക്കും. ഇനി നമ്മൾ നോക്കൂ, നിർജീവമായി കിടക്കുന്ന ഈ ഭൂമിയുടെ അതിനെ ജീവിപ്പിക്കുമ്പോൾ, അതിനെ ഇഹ്യാ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു പാരിസ്ഥിതിക ധാർമ്മികതയെക്കുറിച്ച് ഖുർആൻ പറയുന്നു. അതായത് വആയത്തുൽ ലഹുമുൽ അർദുൽ മൈതതു അഹ്യൈനാഹാ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബ ഫമിൻഹു യഅകുലൂൻ. സൂറത്ത് ഇതാണ്, ആയത്ത് ഇതാണ്. അതായത് നിർജീവമായ ഭൂമി അവർക്കൊരു ദൃഷ്ടാന്തമാണ്. അതിന് നാം ജീവൻ നൽകുകയും അതിൽ നിന്ന് ധാന്യം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടും അവർ നന്ദി കാണിക്കുന്നില്ലേ എന്നൊരു ചോദ്യം. എന്ന് പറഞ്ഞാൽ, നിർജീവമായി കിടക്കുന്ന ഒരു ഭൂമിയിൽ നിന്ന് മഴ വർഷിപ്പിച്ച് അവിടെ പ്രകൃതിയുടെ വിഭവങ്ങളെ ഉണ്ടാക്കുന്ന പടച്ചതമ്പുരാൻ. ഇത് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച്, അതായത് മരിച്ച് ഖബറിൽ വെച്ച് എല്ലാം നശിപ്പിക്കപ്പെട്ട എല്ലും മണ്ണോട് ചേർന്ന് നിൽക്കുന്ന സാധനത്തെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നതിൻ്റെ ഒരു ഉറപ്പിനെ മറ്റൊരു പ്രകൃതിയുടെ പ്രതിഭാസമായി ബന്ധിപ്പിക്കുന്നു എന്നതാണ്. ഈ പ്രതിഭാസം മനുഷ്യൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള ദൃശ്യവും തുടർച്ചയുമായ ഉപമയായി തുറന്ന് അവതരിപ്പിക്കാൻ വിശുദ്ധ ഖുർആനിന് സാധ്യമാകുന്നു, അല്ലെങ്കിൽ സൂറത്ത് യാസീന് സാധ്യമാകുന്നു.
നിർജീവമായ ഭൂമിയെ പുനർജീവിപ്പിക്കുന്നത് ഒരു ദൈവശാസ്ത്രപരമായ തെളിവ് മാത്രമല്ല, അത് ഇസ്ലാമിക നിയമവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റൊരു കാര്യമാണ്. ഇസ്ലാമിക നിയമശാസ്ത്രത്തിൽ, അതായത് ഫിഖ്ഹിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമിയെ കൃഷിയോഗ്യമാക്കുന്നതിന് ഇഹ്യാഉൽ മവാത്ത് എന്ന് പറയും. അതായത് നിർജീവമായ ഭൂമിയെ പുനർജീവിപ്പിക്കുക എന്നാണ് ആ ഒരു സങ്കല്പം. ഇതിന് വലിയ പ്രതിഫലമുള്ളതായിട്ട് ഫിഖ്ഹ് അല്ലെങ്കിൽ കർമ്മശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഭൂമിയെ നശിപ്പിക്കുകയോ അതിൻ്റെ ഫലപുഷ്ടതയെ കുറക്കുകയോ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും അല്ലാഹു അംഗീകരിക്കുന്നില്ല, അതിനെ വിലക്കിയിട്ടുണ്ട്. അതിനാൽ നിർജീവമായ ഭൂമി പുനരുജ്ജീവിപ്പിക്കുന്നത് അത് വളരെ നിർബന്ധമായ, വളരെ പുണ്യമുള്ള കാര്യമാണ്. മണ്ണിൽ കൃഷി ചെയ്യാനും അതിനെ സംരക്ഷിക്കാനുമുള്ള മനുഷ്യൻ്റെ ഉത്തരവാദിത്തത്തെ അത് നിർബന്ധമാക്കും. ഭൂമി പരിപാലിക്കുന്നത് പരലോകത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഒരു ആത്മീയ പ്രതിഫലനമായി മാറ്റുന്നു. പുതിയ കാലഘട്ടത്തിലെ ഇസ്ലാമിക പരിസ്ഥിതി ശാസ്ത്രത്തിന് തുറന്ന ഒരു കത്ത് അല്ലെങ്കിൽ തുറന്ന ഒരു എഴുത്താണ് സൂറത്ത് യാസീൻ നൽകുന്നത്. പ്രകൃതിയുടെ ഈ ദൃഷ്ടാന്തങ്ങൾ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അല്ലാഹുവിൻ്റെ ശക്തിയുടെ തെളിവുകൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. അതിലൂടെ അവൻ്റെ ഏകത്വത്തെയും പങ്കാളികളില്ലായ്മയെയും അവൻ്റെ മലക്കൂത്തിയത്തിനെയും പുനഃസ്ഥാപിക്കുന്നു, അല്ലെങ്കിൽ അതിനെ ഉറപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി സൂറത്ത് യാസീൻ നമുക്ക് നൽകുന്ന ഒരു കാര്യം ധാർമ്മിക രൂപീകരണം. പുതിയ കാലഘട്ടത്തിൽ ദഅവത്ത് എങ്ങനെയാണ്, അതിൻ്റെ ഒരു തന്ത്രം, അതിൻ്റെ ഒരു ഐഡിയോളജി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെത്തഡോളജി എന്താണ് എന്ന് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് യാസീനിലെ ഒരു പ്രധാന ആഖ്യാനം പ്രവാചകന്മാരെ നിഷേധിച്ച ഒരു നഗരത്തിലെ സംഭവത്തെക്കുറിച്ചാണ്. ഇത് ആധുനിക ദഅവത്ത് രീതിശാസ്ത്രത്തിന് നിർണായകമായ ധാർമ്മിക പാഠങ്ങൾ നൽകുന്നു. ആ നഗരവാസികളെ കുറിച്ചിട്ടുള്ള പറയുന്നത് ഇങ്ങനെയാണ്: അവർ ധൈര്യത്തിൻ്റെ, ധാർമ്മികതയുടെ ഏറ്റവും ഉത്തുംഗമായ ഒരു അവസ്ഥയിലേക്ക് അവർ എത്തുന്ന ഒരു രംഗം വിശുദ്ധമായ സൂറത്ത് യാസീൻ നൽകുന്നു. സൂറത്തിലെ പ്രധാന കഥ ഇങ്ങനെയാണ്. 3 പ്രവാചകന്മാരെ അയച്ച ഒരു നഗരത്തെക്കുറിച്ചാണ്. ഖുർആൻ പ്രവാചകന്മാരുടെ പേരുകളോ നഗരത്തിൻ്റെ പേരോ കൃത്യമായി പറയുന്നില്ല. നഗരവാസികൾ എന്നാണ് ഖുർആൻ പറയുന്നത്. പ്രവാചകന്മാരെ തള്ളിപ്പറഞ്ഞതിൻ്റെ കാരണം അവർ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ മാത്രമായിരുന്നു എന്ന് അവർ പറയുന്ന ഒരു വാചകം. قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون. ആ നഗരത്തിലെ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് ഹബീബ് നജ്ജാർ എന്നാണ്, പ്രവാചകന്മാരെ വിശ്വസിച്ചു. അദ്ദേഹം സത്യം പ്രഖ്യാപിക്കാൻ ഓടിയെത്തി. അദ്ദേഹത്തിൻ്റെ ധീരതയ്ക്ക് പ്രതിഫലമായി അല്ലാഹു അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിച്ചു. ബിമാ ഗഫറ ലീ റബ്ബി വജഅലനീ മിനൽ മുക്റമീൻ. ഹബീബ് നജ്ജാറിൻ്റെ കഥ പുതിയ കാലഘട്ടത്തിലെ പ്രബോധന തന്ത്രത്തിന് നിർണായകമായ ഒരു പാഠം നൽകുന്നുണ്ട്. സത്യത്തിന് വേണ്ടി നിലകൊള്ളുക, ഭൂരിപക്ഷത്തിന് വേണ്ടിയല്ല. ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തിന് എല്ലായ്പ്പോഴും സത്യമുണ്ടാകുമെന്ന് ഉറപ്പില്ല. ഇത് ആധുനിക ലോകത്തിലെ കൂട്ടായ ചിന്താഗതിയുടെയും ധാർമ്മിക ആപേക്ഷികവാദത്തിൻ്റെയും സമ്മർദ്ദങ്ങളെ നേരിടാൻ മുസ്ലിങ്ങളെ പ്രേരിപ്പിക്കുന്നു. ലിബറൽ മൂല്യങ്ങൾക്കനുസരിച്ച് ഇസ്ലാമിനെ മാറ്റാൻ ശ്രമിക്കുന്നവർക്ക് താത്വികമായ ഒരു മറുപടിയാണ് വിശുദ്ധ ഖുർആൻ നൽകുന്നത്. സ്വഭാവത്തിൽ അധിഷ്ഠിതമായ ദഅവത്ത്, അതാണ് വളരെ പ്രധാനമായി ഇവിടെ വ്യക്തമാക്കപ്പെട്ടത്. പുതിയ യുഗത്തിലെ വിജയകരമായ ദഅവത്തിൻ്റെ തന്ത്രം പ്രതികരണാത്മകമല്ലാത്ത സജീവവും പ്രബോധകന്റെ സ്വഭാവത്തിൽ വേരൂന്നിയതായിരിക്കണം. ഹബീബിൻ്റെ ബോധ്യത്തെ മാതൃകയാക്കുന്നത് ഈ മതത്തിൻ്റെ സൗന്ദര്യവും പ്രവൃത്തികളിലൂടെ കാണിക്കുക എന്നതിന് സൂചിപ്പിക്കുന്നു. ദയയും മര്യാദയും ജനങ്ങളോട് കാണിക്കുക, മറ്റുള്ളവരെ സഹായിക്കാൻ മുന്നോട്ട് വരിക, സൗമ്യമായി സംസാരിക്കുക എന്നിവയെല്ലാമാണ് ഈ ഒരു ദഅവത്തിൻ്റെ തന്ത്രം, അല്ലാതെ സംവാദങ്ങളല്ല എന്ന് നമുക്ക് വിശദീകരിക്കാൻ സാധ്യമാകുന്നു. പ്രബോധന തന്ത്രത്തിൽ ഹൃദയ ശുദ്ധീകരണം, അതുപോലെ തന്നെ നമ്മൾ ഏതൊരു വിഭാഗത്തെയാണോ ലക്ഷ്യമിടുന്നത് അവരുടെ ജനവിഭാഗത്തിൻ്റെ സാംസ്കാരിക ചിന്താഗതി മനസ്സിലാക്കൽ, അതുപോലെ തന്നെ തൻ്റെ വാക്കുകളിലും പ്രവൃത്തികളിലും തൗഹീദിൻ്റെ സാരാംശം അഭിമാനത്തോടെ പ്രഖ്യാപിക്കാൻ കഴിയുക എന്നിവയൊക്കെയാണ്. അതിന് സാധ്യമാകുമ്പോഴാണ് കൃത്യമായ ദഅവ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ വിജയത്തിൻ്റെ പുനർനിർവചനം എന്ന് നമുക്ക് ഹബീബ് നജ്ജാറിൻ്റെ ആത്യന്തിക വിജയം ഈ ലോകത്തിലെ ജനങ്ങളുടെ മനം മാറ്റലായിരുന്നില്ല, മറിച്ച് സ്വർഗത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രവേശനമായിരുന്നു. ഈ വിവരണം തൽക്ഷണ സംതൃപ്തി നേടുന്ന ആധുനിക പ്രവണതയെ തിരുത്തുന്നുണ്ട്.
എല്ലാവരും മാറ്റി നിർത്തപ്പെട്ടു, എല്ലാവരും ആക്രമിക്കപ്പെടുന്നു, എല്ലാവരെയും കൊല ചെയ്യപ്പെടുമ്പോഴും സത്യത്തിന് നീതിക്ക് വേണ്ടി ഉറക്കെ സംസാരിക്കുകയും കൊല ചെയ്യപ്പെടാൻ പോകുമ്പോൾ തിരിഞ്ഞു നോക്കിയിട്ട് എനിക്കെൻ്റെ പടച്ചവൻ പുറത്തു തന്ന് എന്നെ ഉത്തമമായ സ്ഥാനത്തേക്ക് എത്തിച്ചത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിലെന്ന് പറയുന്ന വളരെ വൈകാരികമായ നിമിഷം. അത് പ്രബോധനത്തിൻ്റെ ഒരു രൂപം, മാതൃക നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇനി ഇതിൻ്റെ ഒരു ആത്മീയ മാനം നമ്മൾ നോക്കണം. ഈ സൂറത്ത് യാസീൻ ആന്തരികമായ സമാധാനം വളർത്തുന്നുണ്ട്. അതിൻ്റെ ഉള്ളടക്കത്തിലൂടെയും പാരായണത്തിലൂടെയും മനുഷ്യൻ്റെ ശക്തമായ പ്രതിസന്ധികൾക്ക്, പ്രയാസങ്ങൾക്ക് മറുപടി നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നത് മനസ്സിനും ഹൃദയത്തിനും ശാന്തി നൽകുകയും ആന്തരിക സമാധാനം വളർത്തുകയും ചെയ്യുന്നു. അതിലെ ശാന്തമായ വാക്യങ്ങൾ ടെൻഷനുകളെ, സമ്മർദ്ദങ്ങളെ ലഘൂകരിക്കാൻ സാധ്യമാകുന്നു. ഇത് വൈകാരികമായ ക്ഷേമം നമുക്ക് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ സൂറ പതിവായി പാരായണം ചെയ്യുമ്പോൾ ആത്മീയ പോഷണവും ഉന്നമനവും നൽകുന്നുണ്ട്. ഇത് അള്ളാഹുവിലെയുമായുള്ള ബന്ധം ലയിപ്പിക്കുകയും അള്ളാഹുവിലേക്ക് അലിഞ്ഞു ചേരാനും നമുക്ക് സാധ്യമാക്കി തരുന്നുണ്ട്. ഈ സൂറത്ത് പതിവായി പാരായണം ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് ഫജറിന് ശേഷം പാരായണം ചെയ്യുമ്പോൾ അവരുടെ ലൗകിക ആവശ്യങ്ങൾ നിറവേറ്റാനും അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് മഹാന്മാർ പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം സൂറത്ത് യാസീനിൽ പാരായണം ചെയ്യുന്നതിലൂടെ സാധ്യമാകുന്നുണ്ട്. ദോഷങ്ങളിൽ നിന്നുള്ള സംരക്ഷണം സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നതിലൂടെ സാധ്യമാകുന്നുണ്ട്. ദുഃഖവും ടെൻഷനും അനിശ്ചിതത്വവും ഒക്കെ ലഘൂകരിക്കാൻ നമുക്ക് സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നതിലൂടെ, സൂറത്ത് യാസീൻ മരണാസന്നനായ ആളുകൾക്ക് വേണ്ടി പാരായണം ചെയ്യാൻ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഒരു യുക്തി എന്ന് പറയുന്നത് ആത്മാവിൻ്റെ യാത്ര സുഗമമാക്കാനും സമാധാനം നൽകാനും സഹായിക്കുന്നു. പോകുന്ന വഴികൾ സന്തോഷമുള്ളതാകാൻ ഇത് സഹായിക്കുന്നു എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഷഫാഅത്ത്, നമ്മളെ ന്യായവിധി നടത്തുന്ന, ആഖിറത്തിലെ മുഹാസബ നടത്തുന്ന സമയത്ത് സൂറത്ത് യാസീൻ ഒരു ശുപാർശകനായി വരുമെന്ന് ഹദീസുകളിൽ വിശദീകരിച്ച് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഒരു ആത്മീയ ഗുണമെന്ന് പറയുന്നത് പാപമോചനം, ശുദ്ധീകരണം, അതുപോലെ തന്നെ ഭയവും ഉത്കണ്ഠയും ഇല്ലാതിരിക്കാൻ കഴിയുക, സംശയങ്ങളുടെ നിവാരണം, നമുക്കുള്ള സംശയങ്ങൾ, സന്ദേഹവാദികളുടെ സംശയങ്ങൾക്ക് മറുപടി നമുക്ക് കൊടുക്കാൻ കഴിയുക, ആരോഗ്യവും സമാധാനവും ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ സൂറത്ത് യാസീനിൻ്റെ ഒരു ആശയ തലങ്ങളിൽ, അതിൻ്റെ സമകാലിക പഠനത്തിൽ നമുക്ക് വ്യക്തമാക്കുന്ന സംഗതിയാണ്. മാത്രമല്ല ആധുനിക യുഗത്തിലുള്ള ആത്മീയ വഴികാട്ടിയായി നമുക്ക് ഈ സൂറത്ത് യാസീനിനെ മുന്നിൽ വെക്കാൻ കഴിയും. പ്രതിസന്ധികൾക്ക് പകരം ഭൗതികവാദത്തോടുള്ള പ്രതികരണം, പുതിയ കാലത്തെ രൂപപ്പെടുത്താനുള്ള കൃത്യമായ അവബോധം, ആത്മീയമായ ആധ്യാത്മികമായ പോഷണം, ഇതെല്ലാം കൃത്യമായി നൽകപ്പെടുന്ന സൂറത്ത് യാസീനെ കുറിച്ചുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും ഇനിയും നടക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.